കേരളം ഇന്നലെ ഞെട്ടലോട് കേട്ട ഒരു വാർത്ത തന്നെയാണ്. പത്തനംതിട്ട പോക്സോ കേസിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും 62 പേരുടെ വിവരങ്ങൾ പെൺകുട്ടി നൽകിയെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞു. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛൻ്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നുവെന്നും CWC ചെയർമാൻ പറഞ്ഞു. കേസിൽ 6 പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. പക്ഷേ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ നിന്ന് എനിക്കും ലഭിച്ചിരിക്കുന്ന വിവരം. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, തലകുനിക്കുകയാണ് കേരളം. പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണ് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഈ CWC ചെയർമാൻ്റെ വാക്കുകൾ അത് വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ്. 6 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരുമുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. രജനി, കേരള സമൂഹത്തെ ലജ്ജിപ്പിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നത്. 5 വർഷത്തിനിടയിൽ 62 പേർ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. പിന്നീട് 18 വയസ്സിന് ശേഷം ഈ പെൺകുട്ടി ഈ സംഭവങ്ങൾ തുറന്നു പറയുന്നു. CWC മുഖേനയാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത്. മഹിളാ സമാഖ്യ എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തകർ നടത്തിയ കൗൺസിലിംഗിൽ വീടാന്തരം കയറി നടത്തിയ സന്നദ്ധ പ്രവർത്തനത്തിനിടയിലാണ് ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ പെൺകുട്ടി ആദ്യം പറയുന്നത്. പിന്നീട് മഹിളാ സമാഖ്യ പ്രവർത്തകർ CWCയെ വിവരം അറിയിക്കുകയായിരുന്നു. CWC വിശദമായിട്ട് പെൺകുട്ടിയെയും അമ്മയെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു. CWC പിന്നീട് കൗൺസിലിങ്ങിന് കുട്ടിയെ വിധേയമാക്കുന്നു. കൗൺസിലിംഗിൽ നിന്നുമാണ് 62ഓളം ആളുകൾ 13 വയസ്സ് മുതൽ തന്നെ നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ട്, ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. ഇവരുടെ പേരുകൾ, വിശദാംശങ്ങൾ, ഫോൺ നമ്പറുകൾ, മറ്റ് എവിടെ വെച്ചായിരുന്നു സംഭവം, എങ്ങനെയാണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് CWC ഏർപ്പാടാക്കിയ ഈ കൗൺസിലിംഗ് അധികൃതരോട് പെൺകുട്ടി വിശദമായി തന്നെ വെളിപ്പെടുത്തിയത്. അങ്ങനെ 2 റിപ്പോർട്ടുകൾ, വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടി CWC ഏർപ്പെടുത്തിയ സൈക്കോളജിസ്റ്റുകൾ CWCക്ക് കൈമാറുന്നു. ഈ വിവരങ്ങൾ പോലീസിന് CWC കൈമാറുകയും ഉടനടി തന്നെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയുമായിരുന്നു. ഇപ്പോൾ 2 പോലീസ് സ്റ്റേഷനുകളിലായിട്ട് 6 പേരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. 2 പോലീസ് സ്റ്റേഷനുകളിൽ 2 FIRകൾ ഇട്ടിരിക്കുന്നു. 6 പേരെ, ഈ സംഘത്തിൽ ഉൾപ്പെട്ട 6 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രതി നേരത്തെ ഉള്ള ഒരു പോക്സോ കേസിൽ ഇപ്പോൾ ജയിലിലാണ്. ഇയാളുടെയും കൂടി അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ 6 പ്രതികളെയാണ് ഇപ്പോൾ പിടികൂടാനായിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സഹിതമാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ 62 ആളുകൾ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൃത്യമായി തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 40 പേരുടെ ഫോൺ വിവരങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചു. ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഫോണിൽ നിന്നുമാണ് ഈ ഫോൺ കോളുകൾ ഈ കുട്ടിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോണിൽ നിന്നും നമ്പറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നമ്പറുകൾ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുകയുണ്ടായി. CWC ആദ്യ കൗൺസിലിംഗിൽ തന്നെ നടത്തുകയുണ്ടായി. അങ്ങനെ ഈ 40 ആളുകളുടെ ഫോൺ വിവരങ്ങളടക്കം, ഫോൺ നമ്പർ വിവരങ്ങളടക്കം CWCക്ക് ലഭിച്ചു. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. 62 ആളുകൾ ആരൊക്കെയാണ്, ഏത് സ്ഥലത്തുള്ളവരാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് പീഡനം നടത്തിയത്, ഏത് സന്ദർഭത്തിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ജില്ല വിട്ട് ഉള്ള അന്വേഷണം, അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള വിശദമായിട്ടുള്ള അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. കേസിൽ നിലവിൽ 6 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത കേരളം കേട്ടത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരുമുണ്ട് എന്നാണ് പറയുന്നത്. 62 പേരുടെ വിവരങ്ങളാണ് CWCയോട് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നു. ആദ്യം ഈ പീഡനം തുടങ്ങിയത് വീട്ടിൽ നിന്നാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നതാണ് വളരെ ഗുരുതരമായ, ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ചെയ്യും